നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ടല്ലോ, നമുക്ക് പറ്റുന്നതാണെങ്കിൽ അതങ്ങ് വേഗം സാധിച്ചു കൊടുത്തേക്കണം കേട്ടോ. മാളികപ്പുറം സിനിമ കണ്ടിറങ്ങിയത് മുതൽ പൊന്നിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എപ്പോഴെങ്കിലും ശബരിമലയിൽ ഒന്ന് പോയിട്ട് അയ്യപ്പ സ്വാമിയുടെ ദർശനം നടത്തുക എന്നുള്ളത്. അങ്ങനെ നേരത്തെ തന്നെ വ്രതമൊക്കെ നോക്കി നാട്ടിലെത്തിയതിന് ശേഷം നമ്മൾ പൊന്നുവിൻ്റെ ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാനും അച്ഛനും മോളും കൂടിയിട്ട് കെട്ടൊക്കെ മുറുക്കിയിട്ട് വീട്ടിൽ നിന്ന് ശബരിമലയിലേക്ക് യാത്ര തിരിച്ചു. മോളോട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, മോളെ മല കയറുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് വെച്ചാൽ ഞാൻ വേഗം കയറിക്കോളാം എന്നൊക്കെ ആൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് വെറും 55 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ശബരിമലയിലേക്ക്. പക്ഷെ പോകുന്ന വഴികളൊക്കെ കോടമഞ്ഞ് പുതച്ച് അതിമനോഹരമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സ് നിറയ്ക്കും ആ ഒരു യാത്ര. അങ്ങനെ പമ്പാ നദിയിൽ ഇറങ്ങി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഞങ്ങളുടെ മലകയറ്റം ആരംഭിച്ചു. പൊന്നു അങ്ങനെ അയ്യപ്പനെ കാണാനുള്ള ആ സന്തോഷത്തിൽ നല്ല ഭക്തിയോടുകൂടി തന്നെ മലകയറ്റം ആരംഭിച്ചു. 1-ാം തീയതി ആയിരുന്നിട്ടുകൂടി ശ്രീകോവിലിന് തൊട്ടടുത്ത് മാത്രമായിരുന്നു നമുക്കൊരു ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാളികപ്പുറത്തിലെ കല്ലുവിൻ്റെ നിഷ്കളങ്കമായ ആഗ്രഹ സാഫല്യം പോലെ മോളുടെ അയ്യപ്പ ദർശനവും സഫലമായി. പ്രകൃതി പോലും അതിനുവേണ്ടി മഴയൊക്കെ മാറ്റി നിർത്തി കൂടെ നിന്നു എന്ന് വേണം പറയാൻ. വെളിയിലെത്തിയപ്പോൾ തന്നെ മോളെന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, താങ്ക് യു അച്ഛാ ഫോർ എവറിത്തിങ് യു ഡസ് ഫോർ മീ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇവിടേക്ക് കൊണ്ടുവന്നത് അയ്യപ്പനാണ്, ഞാനും അച്ചാച്ചനും ഒക്കെ ഒരു നിമിത്തം മാത്രം. സ്വാമിയെ ശരണമയ്യപ്പ.